സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവാൻ കർത്താവ് പറയുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കാം. ജോലി ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ ഒരു എക്സ്ട്രാ ടൈം എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് വിലയുള്ള സമയം കൊടുക്കാൻ മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് സമയം കൊടുത്താൽ പോരാ. പ്രഭാതത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവിന് സമയം കൊടുക്കുക. എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞാൻ പോകാം, വൈകിട്ട് പ്രാർത്ഥിക്കാം, അങ്ങനെ മാറ്റിവെക്കില്ല. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ട സമയം നിങ്ങൾ കൊടുക്കുക. അതിരാവിലെ തന്നെ എൻ്റെ കണ്ണുകൾ ദിവികാരണത്തെ കാണുന്ന കണ്ണുകളായിട്ട് മാറട്ടെ. ആ കണ്ണുകൾ ഭാഗ്യമുള്ളതാണ്. ആദ്യം ഞാൻ കാണേണ്ടത് എൻ്റെ ദൈവത്തെ ആകട്ടെ എന്നുള്ളത് നമുക്കൊരു വാശി വേണം. എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണാൻ, നാവുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ, ഈ കരങ്ങളിൽ ദൈവത്തെ സ്വീകരിക്കാൻ അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറും. അത് പ്രഭാതത്തിൽ തന്നെ ചെയ്യണം. അത് രാവിലെ എഴുന്നേറ്റ് ഇത്തിരി ബുദ്ധിമുട്ടിയാലും ഇത്തിരി ക്ഷീണം ഉണ്ടായാലും അതുപോലെ തന്നെ ഇത്തിരി തണുപ്പുണ്ട് അല്ലെങ്കിൽ ഒരു മടി തോന്നും, എന്തൊക്കെ തോന്നിയാലും നിങ്ങളത് മാറ്റിവെക്കാതിരിക്കുക. അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വന്ന് കണ്ണുകൾ ദൈവത്തെ കാണുന്നു, നാവുകൾ ദൈവത്തെ സ്തുതിക്കുന്നു, കരങ്ങളിൽ ദൈവത്തെ സ്വീകരിക്കുന്ന വ്യക്തി മനുഷ്യൻ ആ അനുഗ്രഹീതനായ വ്യക്തിയാണ്. അതിന് നമുക്ക് സാധിക്കട്ടെ. മരണം വരെ അങ്ങനെ ഒന്ന് ചെയ്യാൻ പരിശ്രമിക്കും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ വൈകിട്ടത്തെ കുർബാനയ്ക്ക് പോകും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ആ പ്രഭാതം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക. പിന്നെ നിങ്ങളുടെ ജീവിതം ദൈവം ഇങ്ങനെ കൊണ്ടു നടന്നോളും, ദൈവം ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നടന്നോളും. സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. പ്രാർത്ഥിക്കാം.